എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. മതഭ്രാന്തനും RSS പ്രവർത്തകനും ഹിന്ദു മഹാസഭാ നേതാവുമായ നാഥുറാം വിനായക് ഗോഡ്സെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെ കൊലപ്പെടുത്തിയിട്ട് ഇന്നേക്ക് 76 വർഷം തികയുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ സൃഷ്ടിയിൽ നെടുനായകത്വം വഹിച്ച വ്യക്തി നമ്മുടെ രാഷ്ട്രപിതാവ്. സ്വാതന്ത്ര്യം ലഭിച്ച് ഏതാനും മാസങ്ങൾക്കകം തന്നെ വധിക്കപ്പെട്ടുവെന്നത് ആ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ദുരന്തത്തിലാണ്ട തുടക്കമാണ്. ഗാന്ധിയുടെ വധം അതിന് കാരണക്കാരനായ നാഥുറാം വിനായക് ഗോഡ്സെയെ കേന്ദ്രീകരിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഗോഡ്സെയെ ചിലർ ഒരു പൂജാ വിഗ്രഹമാക്കി മാറ്റുന്ന ഇന്നത്തെ കാലത്ത് ഇത്തരം ചർച്ച സ്വാഭാവികമാണ്. ഗോഡ്സെ ഒരു ഹിന്ദുത്വവാദി ആയിരുന്നെന്നും തീവ്ര ഹിന്ദുത്വവാദികളുടെ തീരുമാനം ഗോഡ്സെ നടപ്പാക്കുകയാണ് ചെയ്തതെന്നും സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. സ്വാതന്ത്ര്യം ഏത് രീതിയിൽ വേണമെന്നും രാഷ്ട്ര നിർമ്മാണം ഏത് വിധത്തിലായിരിക്കണമെന്നും തീരുമാനിക്കുന്നത് സ്വതന്ത്രമാകുന്ന പ്രദേശത്തിലെ ജനങ്ങളാണ്. ആ തീരുമാനം രാഷ്ട്രപിതാവ് സ്ഥിരമായി അംഗീകരിച്ചു പോന്ന സാമൂഹ്യ സമവായ സങ്കല്പത്തിന്റെ ഭാഗമാണ്. ഇന്ത്യൻ ഭരണവർഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സമവായത്തിന്റെ സൃഷ്ടിയായിരുന്ന വിഭജനം ഇന്ത്യൻ ജനതയുടെ ഇടയിൽ അതിതീവ്രമായ സ്പർദ്ധയുടെ വിത്തുപാകുകയായിരുന്നു. മഹാത്മാഗാന്ധി ഒരു സെക്യുലർ ജനാധിപത്യവാദിയായിരുന്നു. മതവും ജാതിയും വർഗങ്ങളും അടക്കമുള്ള വിരുദ്ധ ശക്തികൾ തമ്മിലുള്ള സമവായവും സഹിഷ്ണുതയുടെ അടിസ്ഥാനത്തിലുള്ള സഹവർത്തിത്വവും അദ്ദേഹത്തിന്റെ സെക്യുലർ ജനാധിപത്യത്തിന്റെ ആധാരശിലകളായിരുന്നു. സെക്യുലർ ജനാധിപത്യ സങ്കല്പത്തെ എതിർക്കുന്ന ശക്തികൾ ഇന്ത്യയിൽ രൂപപ്പെട്ടു കഴിഞ്ഞുവെന്നതിന്റെ സൂചനയായിരുന്നു ഗാന്ധിയുടെ വധം. 76 വർഷം കഴിയുമ്പോൾ ഗാന്ധി വിഭാവനം ചെയ്ത സമവായത്തിന്റെയും സഹിഷ്ണുതയുടെയും അന്തരീക്ഷം പൂർണ്ണമായി ഇല്ലാതായി വരികയാണ്. ഗാന്ധി അടക്കമുള്ള ദേശീയ സ്വാതന്ത്ര്യ സമര പ്രവർത്തകർ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ. ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് മതാന്ധതയുടെയും വിഭാഗീയതയുടെയും സങ്കുചിതവാദത്തിന്റെയും കയ്യേറ്റത്തിന്റെ പിടിയിലാണ്. ഭരണകൂടത്തിന്റെയും പൗരസമൂഹത്തിന്റെയും മേൽ അത്തരം ശക്തികൾ പിടിമുറുക്കുകയാണ്. സമവായവും സഹവർത്തിത്വവും തന്നെ വിഭാഗീയ പ്രവണതകളോടുള്ള ചെറുത്തുനിൽപ്പായി കാണാൻ അന്ന് ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നു. കലുഷിതമായ ഇന്നത്തെ അന്തരീക്ഷത്തിൽ ഗാന്ധിക്ക് നൽകാനുള്ള സന്ദേശവും ചെറുത്തുനിൽപ്പിന്റെ ഇത്തരം രൂപങ്ങളാണ്. ഇത്തരം ചെറുത്തുനിൽപ്പുകൾക്ക് കൊടുക്കേണ്ടി വരുന്ന വില എന്താണെന്ന് ഗാന്ധിജിയുടെ വധം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മതാന്ധത ഏത് രൂപത്തിലാണെങ്കിലും ജനാധിപത്യത്തിനെതിരായ വെല്ലുവിളിയാണ്. മരണത്തിന്റെ അവസാന ശ്വാസത്തിൽ ഗാന്ധിജി പറഞ്ഞ ഹേ റാം എന്ന വാക്ക് ഇപ്പോൾ പരിണമിച്ച് ഹരേ റാമിലേക്ക് എത്തിയത് അവിചാരിതമായിട്ടല്ല. ഇന്ത്യൻ സാമൂഹിക സാഹചര്യങ്ങളിലെ അനവധിയായ വൈവിധ്യങ്ങളെ സ്വാംശീകരിച്ചാണ് ഗാന്ധിജി തന്റെ രാമരാജ്യ ദർശനം അവതരിപ്പിച്ചത്. സമത്വം എന്ന സത്യത്തെയാണ് ഉൾക്കണ്ണുകൊണ്ട് രാമനിലൂടെ ഗാന്ധിജി ദർശിച്ചത്. എന്നാൽ അതേ രാമനെ ചരിത്ര പുരുഷനായി അവതരിപ്പിച്ചാണ് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയം അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ വിചാരധാര നടപ്പാക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ ആസൂത്രണത്തിലൂടെ നടക്കുന്ന ന്യൂനപക്ഷ വേട്ട മതത്തെ കേന്ദ്രീകരിച്ചാകുമ്പോൾ ഗാന്ധിജിയുടെ രാമരാജ്യത്തിനു പകരം തീവ്ര ഹിന്ദുത്വത്തിലെ രാമൻ ഏകാധികാര ബോധത്തിലേക്ക് വളരുന്നതിൽ ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല. ഗാന്ധിജി വിഭാവനം ചെയ്ത മതേതര ഇന്ത്യയെ ഹിന്ദുത്വവാദികളും ഹിന്ദുത്വ ശക്തികളും വർഗീയതയിലേക്ക് തള്ളിവിട്ടു. ഗാന്ധിജിയുടെ ഓരോ രക്തസാക്ഷിത്വ ദിനങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ചരിത്രത്തിൽ ഒരു മതേതര ഇന്ത്യ ഉണ്ടായിരുന്നു എന്നതിന്റെ അടയാളപ്പെടുത്തൽ തന്നെയാണ്.